കൊല്ലത്ത് പാകിസ്ഥാൻ മുക്കിന്റെ പേര് മാറ്റണമെന്ന പഞ്ചായത്ത് തീരുമാനം അട്ടിമറിച്ചിരിക്കുകയാണ് പൊതുമരാമത്ത് വകുപ്പ്. പാകിസ്ഥാൻ മുക്ക് എന്ന് രേഖപ്പെടുത്തിയ ബോർഡ് പൊതുമരാമത്ത് വകുപ്പ് സ്ഥാപിച്ചു. CPM ഭരിക്കുന്ന കുന്നത്തൂർ പഞ്ചായത്തിലാണ് സംഭവം. മനോജ് ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. മനോജ്, ഇപ്പോൾ നമ്മോട് സംസാരിച്ച വാർഡ് മെമ്പർ അനീഷ പറയുന്നതിനനുസരിച്ച് ഈ പാകിസ്ഥാൻ മുക്ക് എന്ന ബോർഡ് സ്ഥാപിച്ചത് അവിടെ അറ്റകുറ്റപ്പണികൾ നടന്നതിന് ശേഷം പൊതുമരാമത്ത് വകുപ്പ് ആ ബോർഡ് സ്ഥാപിക്കുകയായിരുന്നു എന്നാണ്. പഞ്ചായത്തിൽ നിന്നും ഇത്തരത്തിൽ ഈ പാകിസ്ഥാൻ മുക്ക് എന്ന പേര് മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങൾ ഒന്നും തന്നെ പൂർത്തിയായിട്ടില്ല എന്നതുകൂടി അനീഷ പങ്കുവച്ചിട്ടുണ്ട്. മനോജ്, തീർച്ചയായും അത് തന്നെയാണ്. അതായത് കഴിഞ്ഞ കുറെ കാലമായി തന്നെ അവിടെയുള്ള ജനങ്ങൾ ആവശ്യപ്പെടുന്നതാണ് ആ പേര് മാറ്റണമെന്നുള്ളത്. ഈ പഞ്ചായത്തിൽ BJP പ്രതിനിധികളടക്കം ഈ ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു. തുടർന്ന് CPMന്റെ പ്രതിനിധികളൊക്കെ ഇത് അംഗീകരിച്ചുകൊണ്ട് സർക്കാരിലേക്ക് കത്തയക്കുന്നു. എന്നാൽ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഒരു മറുപടി പഞ്ചായത്തിന് നൽകിയിട്ടില്ല എന്നുള്ളതാണ്. ഇത് ഇപ്പോൾ കുന്നത്തൂരിൽ ആവർത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ പാകിസ്ഥാൻ മുക്കുമായി ബന്ധപ്പെട്ട ഒട്ടേറെ വാർത്തകൾ നമ്മൾ നൽകിയിരുന്നു. പല ഇമ്പാക്റ്റും ഉണ്ടായതാണ്. അപ്പോൾ ഈ പഹൽഗാമിൻ്റെയൊക്കെ ഒരു സാഹചര്യം തീർന്നു. വീണ്ടും പാകിസ്ഥാൻ സ്നേഹവുമായി ഇടതുപക്ഷം ഇറങ്ങാൻ സാധ്യതയില്ലേ? തീർച്ചയായും അത് തന്നെയാണ്. അത്തരത്തിൽ സജീവമാവുകയാണ് ഈ CPM എന്ന് മനസ്സിലാക്കാം. കാരണം ഈ പാകിസ്ഥാൻ മുക്കെന്ന് പേര് മാറ്റണം എന്നുള്ളത് ജനങ്ങളുടെ ഏറെക്കാലമായിട്ടുള്ള ആവശ്യമായിരുന്നു. അങ്ങനെ എല്ലാവരും ഐകകണ്ഠേന തീരുമാനമെടുക്കുമ്പോൾ സർക്കാർ അത് മുഖവിലേക്ക് എടുക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം സർക്കാരിന് അങ്ങനെ ഒരു പേര് മാറ്റുന്നതിൽ വലിയ തരത്തിലുള്ള താല്പര്യമൊന്നും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് തന്നെയാണ് പേരിൽ തന്നെ അവിടെ ബോർഡ് സ്ഥാപിക്കുന്നത്. എന്തായാലും ഈ ബോർഡ് എത്രയും പെട്ടെന്ന് അവിടെ നിന്നും മാറ്റണം എന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും ആവശ്യം. കാരണം ഇങ്ങനെ ഒരു ശത്രു രാജ്യത്തിന്റെ പേര് ആ സ്ഥലത്തിന് ഇനി വേണ്ട എന്നുള്ള തീരുമാനം നേരത്തെ മുതൽ തന്നെ അവർ അറിയിച്ചതാണ്. അവിടേക്ക് നമ്മൾ പോയി അവരുടെ പ്രതികരണങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് അവിടെയുള്ള ജനങ്ങൾ തന്നെ നമ്മളോട് പറയുകയാണ്, 19 വർഷമായി ഇവിടെ ഇങ്ങനെ അറിയപ്പെടുന്നു, പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ ഇനിയും ഇത്തരത്തിലുള്ള പേരുകളിൽ അറിയപ്പെടാൻ തങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം അത്രയധികം ക്രൂരതയാണ് ഈ ഭാരതീയരോട് പാകിസ്ഥാൻ എന്ന രാജ്യത്തെ ഭീകരർ ചെയ്തിട്ടുള്ളത്. അത്തരത്തിൽ ഭീകരവാദികളെ വാഴ്ത്തിപ്പാടുന്ന അല്ലെങ്കിൽ അവർക്ക് വളം വെച്ചു കൊടുക്കുന്ന ഈ രാജ്യത്തിന്റെ പേര് ഇവിടെ വേണ്ട എന്നുള്ള കാര്യം എന്തായാലും ഇനി ശക്തമായിട്ടുള്ള പ്രക്ഷോഭ പരിപാടികളിലേക്ക് പോകുമെന്നാണ് BJP നേതൃത്വവും അറിയിച്ചിട്ടുള്ളത്. ശരി, മനോജാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.